ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ ഓരോരോ രാജ്യങ്ങളും പ്രത്യേകമായ രീതിയിൽ അവരവരുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സമീപന കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമാണ്. അമേരിക്കയുടെ നയങ്ങൾക്കും സമീപനങ്ങൾക്കും ഒപ്പം നിൽക്കുകയും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സമീപനം എന്നത് അമേരിക്കയടക്കം ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ UAE ആണ് പറഞ്ഞത്, തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയോ അതല്ലെങ്കിൽ സംവിധാനങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. അത് കൃത്യമായിരിക്കുന്ന നിലപാടായിട്ട് തന്നെ UAE അമേരിക്കയോട് പറഞ്ഞു. ഭൂമി ഉപയോഗിക്കരുത് എന്ന് മാത്രമല്ല, നിങ്ങളുടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്നത് തങ്ങളുടെ രാജ്യത്താണ് എന്നത് മറന്നു പോകരുത് എന്ന് പറയുന്ന സമയത്ത് അത് ആ വാക്കുകൾക്കൊക്കെ കഠിനമായിരിക്കുന്ന അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു 10-15 ദിവസത്തിനിടയിൽ UAEക്ക് നേരെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം UAEയിൽ നിന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അൽദഫ്ര എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് UAEയിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന ആക്രമണം അവസാനം ഇറാൻ നടത്തിയത്. പിന്നീട് കുറച്ചൊരു ശാന്തത വന്നിട്ടുണ്ടെങ്കിലും മിസൈലിൻ്റെയും ഡ്രോണിൻ്റെയും ആക്രമണം ഉണ്ടായി. ഇപ്പോഴത്തെ നിലവിൽ ഏകദേശം തീയതി കണക്കാക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10-15 ദിവസമായി UAEയിലേക്കുള്ള ഒരു ആക്രമണം ഇറാൻ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം UAEയിൽ നിന്ന് അമേരിക്ക ഇറാനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏറെക്കുറെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വല്ലാത്തൊരു സങ്കീർണമായി മാറിയതിനോടനുബന്ധിച്ച് അടിയന്തരമായ അറബ് ഉച്ചകോടി വിളിക്കണമെന്ന് ബഹ്റൈൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ബഹ്റൈന് നേരെയാണ് ആക്രമണം നടക്കുന്നത്. ബഹ്റൈനും അതിൻ്റെ കക്ഷിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ വ്യാഖ്യാനം. അതിന് അവർ പറയുന്ന കാര്യം, ബഹ്റൈനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചടിക്കുക സ്വാഭാവികമാണ്. തങ്ങളെ ആക്രമിക്കാത്ത ദേശത്തിലേക്ക് തങ്ങൾ ആക്രമിക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, സൗദി അറേബ്യക്ക് നേരെ ഇപ്പോൾ കുറഞ്ഞ ദിവസങ്ങളായി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിട്ടില്ല. ഒമാന് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല. UAEക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ മേഖലയൊക്കെ കർശനമായിരിക്കുന്ന ചില താക്കീതുകൾ അമേരിക്കക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതല്ലെങ്കിൽ ഒരിക്കലും അമേരിക്കക്ക് ആക്രമിക്കണമെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളുടെ സമ്മതമൊന്നും ഒരു കാലത്തും അവർ ചോദിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. അവരുടെ രാജ്യം പോലെ രാജ്യത്തിൻ്റെ അകത്തുള്ള രാജ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെയൊക്കെ സൈനിക ബേസ് അറേബ്യൻ രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. ഏതുപോലെ ഈ ബഹ്റൈനിൽ ഇപ്പോൾ 5 കപ്പൽപ്പട പ്രവർത്തിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ അവിടേക്ക് വരുന്ന കപ്പലോ പോകുന്ന കപ്പലോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ബഹ്റൈൻ എന്ന സർക്കാരിന് ഈ വിഷയത്തെപ്പറ്റി യാതൊരു കാര്യവും അറിയില്ല. അവർക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. കരാർ വ്യവസ്ഥ അങ്ങനെയാണ് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ അവരവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നീങ്ങാൻ പറ്റുമോ ആ തരത്തിൽ നീങ്ങുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ അംഗീകരിക്കാറില്ലായിരുന്നു അറേബ്യൻ രാജ്യങ്ങൾ. മൂന്നിലധികം തവണ ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെട്ടതാണ്. പക്ഷെ അതൊന്നും അത്ര അങ്ങോട്ട് വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. കാര്യം ബഹ്റൈൻ അമേരിക്ക തങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ അതങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതോട് കൂടിയിട്ട് ഈ കാര്യത്തിൽ തീരുമാനമായി. എന്താണെങ്കിലും ആക്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളത് കൃത്യമായി. അഥവാ ഇറാൻ എന്താണോ പറഞ്ഞത് അത് യാഥാർത്ഥ്യമായി എന്ന് ചുരുക്കം. പിന്നീട് ഇപ്പോൾ അമേരിക്ക ആക്രമിക്കുന്നത് ബഹ്റൈനെയും കുവൈത്തിൽ നിന്നുമാണ്. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ സൈനിക ബേസ് ഉള്ളത്. ഖത്തർ പോലും ചില നിർദ്ദേശങ്ങൾ, ചില നടപടികൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിരിക്കുന്നത്. ആക്രമിക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന സംരക്ഷണം ഞങ്ങൾക്ക് ഒരുക്കി തരണം എന്നുള്ള, അഥവാ ഖത്തറിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ഇറാൻ്റെ ഒരു മിസൈൽ പോലും അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള കർക്കശമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയോട് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പ്രാദേശിക തലത്തിൽ വരുന്നു. പല കാര്യങ്ങളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗിക പരിവേഷങ്ങളൊന്നും ഉണ്ടാവില്ല. സംഭവങ്ങൾ ഒരുപാട് നടക്കും. കാര്യം ഇപ്പം തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്രമണം ഉണ്ടാകുന്നത്. ഖൊറം ദ്വീപിന് നേരെ നടത്തിയ ആക്രമണമാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. അത് കടന്നാൽ പിന്നെ ഓർമുസ് കടലിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ ഖൊറം ദ്വീപിന് വല്ലാത്ത രീതിയിൽ ബന്ധങ്ങളുണ്ട്.
അത് ഏറെക്കുറെ ഇതിനോട് ചേർന്നിട്ട് ഇറാൻ്റെ തൊട്ടടുത്ത അതിർത്തിയായിട്ട് അല്ലെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന പ്രദേശമായിട്ട് തന്നെയാണ് ഈ കുറം ദ്വീപിനെ കാണുന്നത്. അവിടെ ജനവാസമുണ്ടെന്ന് മാത്രമല്ല സൈനിക സാന്നിധ്യമുണ്ട്, അവരുടെ കവചിത വാഹനങ്ങളും സംവിധാന കാര്യങ്ങളും ഉണ്ട്, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ കൊച്ചു ദ്വീപുകൾ ഏകദേശം 100ഓളം ഉണ്ട് ഇറാൻ്റെ കൈവശത്തിൽ. ഈ ദ്വീപുകളിലെല്ലാം ആൾതാമസമുള്ളിടത്തും ആൾതാമസമില്ലാത്തടത്തും സൈനിക സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള നിരീക്ഷണം നടത്താനും ആക്രമിക്കാനും ഈ ദ്വീപിലൊക്കെ സാധിക്കും. എപ്പോഴാണോ അമേരിക്ക ആക്രമിക്കുന്നത് അപ്പോൾ തന്നെ തിരിച്ചടിക്കണം എന്നുള്ളതാണ് മുജ്തബ അലി ഖംനായി എന്ന ഇപ്പോഴത്തെ ആത്മീയ നേതാവിൻ്റെ നിർദ്ദേശം IRGCക്ക് കൊടുത്തത്. അപ്പോൾ റവല്യൂഷണറി ഗാർഡിന് നിർദ്ദേശം നൽകിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിരിക്കുന്ന ഒരു അന്വേഷണ സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് ഇറാനെ ആക്രമിച്ചത് എന്നുള്ളത് കൃത്യമാണ്. ആയത്തുള്ള അലി ഖംനായി എന്ന പരമോന്നത നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മിതവാദിയായിരുന്നു ഏറെക്കുറെ. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ശത്രുവാണ്, അതില്ലാതാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള മിസൈൽ സംവിധാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് അദ്ദേഹമാണെങ്കിലും അനാവശ്യമായിരിക്കുന്ന ഒരു ആക്രമണത്തിലോ മറ്റുള്ളവർക്ക് പ്രയാസമാക്കുന്നതിനോ യഥാർത്ഥത്തിൽ ആയത്തുള്ള അലി ഖംനായി എതിരായിരുന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതോടുകൂടി റൂട്ട് മാറിയാണ് സഞ്ചരിക്കുന്നത്, ട്രാക്ക് തെറ്റ് സഞ്ചരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. എന്തൊക്കെയാണ് ഇറാൻ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് തന്നെ അറിയാത്ത രീതിയിലാണ് വെപ്രാളപ്പെട്ടാണ് പല പ്രവൃത്തികളും ചെയ്യുന്നത്. അതിന് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കയും ലോക രാജ്യങ്ങളും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഒരു രാജ്യം അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല. അതിനെ എതിർത്ത് നിൽക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഈ നിലവിലെ സാഹചര്യത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഈ വിഷയത്തിൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആന്തരികമായ രീതിയിലുള്ള വിഷയങ്ങൾ വളരെ വളരെ വലുതാണ്. അപ്പോൾ ആയത്തുള്ള അലി ഖംനായുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആത്മീയ നേതാവായി വരുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്ന മുജ്തബ അലി ഖംനായി ആണ്. മുജ്തബ അലി ഖംനായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മിതവാദിയല്ല, തീവ്ര ചിന്താഗതിക്കാരനാണ്. അടിക്കടി വെട്ടിന് വെട്ട് എന്ന തരത്തിലാണ് അയാളുടെ പ്രവർത്തികൾ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ഭരണ സംവിധാനങ്ങൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സൈനിക ടീമും അതോടൊപ്പം തന്നെ നിയമ സംവിധാനങ്ങളുണ്ട്. മറ്റൊന്ന് ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുജ്തബ അലി ഖംനായുടെ നേതൃത്വത്തിൽ നേരിട്ട് നയിക്കപ്പെടുന്ന ഒരു സൈനിക വിഭാഗം വേറെയുണ്ട്. IRGC എന്ന് പറയുന്നത് അതാണ്. പല ഘട്ടത്തിലും യോജിച്ച് സംയുക്തമായ രീതിയിലാണ് നീങ്ങുന്നത് എങ്കിൽ പോലും ഇവർക്കാണ് സർവാധിപത്യം ഉണ്ട്. IRGCയെ പോലെയുള്ള അല്ലെങ്കിൽ ആത്മീയ നേതാവിൻ്റെ നിയന്ത്രണത്തിലുള്ള സൈനിക സംവിധാനത്തിനാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രണം ഉണ്ടാവുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇറാൻ്റെ പ്രസിഡന്റ് ഏറെക്കുറെ മിതവാദിയാണ്. പല ഘട്ടങ്ങളിൽ അദ്ദേഹം മിതത്വം പാലിച്ചിട്ടുണ്ട്. ഈ മിതത്വം പാലിക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഭാഗത്ത് ശക്തമായിരിക്കുന്ന ഇടപെടലുണ്ടാവും, എന്നുവെച്ചാൽ ആക്രമണം ഉണ്ടാവും. ആക്രമണം അങ്ങനെ തന്നെ തിരിച്ചടിക്കേണ്ട എന്നുള്ള സമീപനം എടുക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് ഈ തിരിച്ചടി ഭയാനകരമാകും, അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിഴുങ്ങുന്ന തരത്തിലാണ് പിന്നീട് അമേരിക്കയുടെ നിലപാട് ഉണ്ടാകുക. പല രാജ്യത്തും അവർ ചെയ്യുന്ന പ്രവൃത്തി അതാണ്. അപ്പോൾ മസൂദ് പെഷേഷ്കിയാൻ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ചിത്രത്തിലൊന്നും കാണുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. വലിയ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും അത് നടത്താറില്ല. അദ്ദേഹം മിതത്വത്തോടു കൂടി തന്നെയാണ് പല കാര്യങ്ങളും സംസാരിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മസൂദ് പെഷഷ്കിയാൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി സംസാരിക്കുന്നത്. അബ്ബാസ് അറാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ചൊരു തീവ്ര ചിന്താധികാരനാണ്, IRGCയുമായിട്ട് അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്, ആയത്തുള്ള അലി ഖംനായിയുടെ നേരെ നിർദ്ദേശ കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടി തയ്യാറായ വ്യക്തിയാണ്. ഈ ഇറാൻ്റെ പ്രസിഡന്റ് അങ്ങനെ ആണെങ്കിൽ പോലും ആ പ്രവൃത്തിയിൽ ഒരു മിതത്വമുണ്ട്. ആ മിതത്വം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറ്റില്ല എന്നാണ് IRGCയുടെ നിലപാട്. അതുകൊണ്ടാണ് അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാപ്പ് പറയുകയും ഖേദപ്രകടനം നടത്തുകയും ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്ന്
IRGC അത് തിരുത്തി പറഞ്ഞു. അറേബ്യൻ രാജ്യങ്ങളുമായി തങ്ങൾക്ക് ശത്രുതയൊന്നുമില്ല, എതിർപ്പ് കാര്യങ്ങളോ അതുമില്ല. പക്ഷേ ആ മേഖലയിൽ നിന്ന് അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം തങ്ങളുടെ രാജ്യത്തേക്ക് നടത്തിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ന് ഇറാന്റെ പ്രസിഡന്റിനെ തിരുത്തിക്കൊണ്ടാണ് IRGCയുടെ തലവൻ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ രണ്ട് തരത്തിലൂടെ ആ റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ അമേരിക്കക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് അവരിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസവും ബുദ്ധിമുട്ടും. ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു രാജ്യത്തിന് നേരെ ആക്രമണം നടത്തി വളരെ എളുപ്പത്തിൽ തന്നെ ആ രാജ്യത്തെ അട്ടിമറിച്ച് തങ്ങൾ ഉദ്ദേശിക്കുന്ന ഭരണാധികാരി അവിടെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായ രീതിയിലാണ് അമേരിക്ക കണക്കാക്കിയത്. പക്ഷേ ആദ്യ ഘട്ടത്തിൽ തന്നെ മാരകമായ തിരിച്ചടിക്ക് മുമ്പിൽ പകച്ചുപോയി. അപ്പോൾ ഇട്ടെറിഞ്ഞ് പോകാനും പറ്റൂല, വിജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെ എലിക്കടി കുടുങ്ങിയിരിക്കുന്ന അത് അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഉള്ളത്. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട ആ മേഖലയിലൂടെ ഈ സ്വതന്ത്ര പാതയാക്കാൻ വേണ്ടി സ്വയം പോലീസ് ചമഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തി അമേരിക്ക തുടങ്ങിയത്. ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടി ഭയാനകരമായ രീതിയിൽ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ ആവുന്ന സമയത്ത് ഓരോരോ രാജ്യവും അവരവരുടേതായിരിക്കുന്ന ഭൂമി സംരക്ഷിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് UAE പറഞ്ഞത്, ഖത്തർ പറഞ്ഞത്, സൗദി അറേബ്യ പറഞ്ഞത്, ഏറെക്കുറെ കുവൈത്തും പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അതൊരു കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഒമാൻ്റെ സംബന്ധിച്ചിടത്തോളം ഒമാനും പറഞ്ഞു, തങ്ങളുടെ ഒമാനെ സംബന്ധിച്ചിടത്തോളം അവിടെ എയർബേസ് ഇല്ല. അമേരിക്കയ്ക്ക് എയർബേസ് ഇല്ലാത്ത, കൃത്യമായിരിക്കുന്ന എയർബേസ് ഇല്ലാത്ത ഒരേ ഒരു രാജ്യം ഒമാനാണ്. എന്നാൽ സൗദി അറേബ്യയിൽ ഏറെക്കുറെ അങ്ങനെ. സൗദി അറേബ്യയിലെ എയർബേസിനെ സംബന്ധിച്ചിടത്തോളം ഒമാന് തുല്യം തന്നെയാണ്. കാര്യം അത് വാടക എയർബേസാണ്, താൽക്കാലികപരമായ രീതിയിൽ ഉള്ള എയർബേസ് ആണ് എന്നതിനാൽ തന്നെ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അവിടേക്ക് വരുന്ന വിമാനത്തെയും പോകുന്ന വിമാനത്തെയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു കണക്ക് സൗദി അറേബ്യക്ക് ഉണ്ടാവണം, അത് നൽകണം എന്നുള്ള കരാറിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ സൗദി അറേബ്യ ഒമാനും ഇല്ല എന്ന് പറയുന്നത് തുല്യമാണ്. എന്നാൽ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്ന UAE പോലും നിലപാട് പറഞ്ഞു എന്ന് പറയുന്നത് അതിശയിക്കുന്ന കാര്യമാണ്. ഈ ഒരു പ്രതിസന്ധി വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.